അമിതമായി സംസാരിക്കാത്ത പ്രകൃതം, അധികം ആർക്കും പിടികൊടുക്കാത്ത നിഗൂഢമായ പെരുമാറ്റം. ഇന്ന് മുജ്തബ ഖമേനി എന്ന പേര് ലോകം കേൾക്കുന്നത് വെറുമൊരു നേതാവായിട്ടല്ല. പിതാവ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും പ്രിയതമ സഹ്റ ഹദ്ദാദും അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതോടെ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട ഒരു ഏകാഗിയായിട്ട് കൂടിയാണ്. പക്ഷേ ആ തകർച്ചയിലും ഇറാന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് മുജ്തബ നടന്നു കയറുമ്പോൾ ലോകം വിറയ്ക്കുകയാണ്. കാരണം വന്ധ്യതാ ചികിത്സയ്ക്കായി ലണ്ടനിൽ രഹസ്യയാത്രകൾ നടത്തിയ, എന്നാൽ ആണവായുധങ്ങളുടെ കാര്യത്തിൽ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായ മുജ്തബയുടെ ചരിത്രം ശത്രുക്കൾ പേടിക്കുന്ന ഒന്നു തന്നെയാണ്. 1969 സെപ്റ്റംബർ 8 ഇറാന്റെ പുണ്യനഗരമായ മഷ്ഹദിലാണ് മുജ്തബ ജനിക്കുന്നത്. വെറും 17-ാം വയസ്സിൽ IRGCയിൽ ചേർന്ന് യുദ്ധഭൂമിയിൽ പോരാടിയ ചരിത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. പിതാവിനേക്കാൾ കൂടുതൽ സൈന്യത്തിൽ വേരുകളുള്ള നേതാവ്. അതുകൊണ്ടുതന്നെ അലി ഖമേനിയുടെ മരണത്തിനു പിന്നാലെ സൈന്യം ഒന്നടങ്കം മുജ്തബയ്ക്ക് പിന്നിലാണ് അണിനിരുന്നത്. തനിക്ക് നേരെ ഉയർന്ന വെല്ലുവിളികളെയും അലിറേസ അറഫി, മുഹ്സൈൻ അരാക്കി തുടങ്ങിയ പ്രമുഖരെയും നിഷ്പ്രഭമാക്കിയാണ് ഈ 86-കാരൻ അധികാരം പിടിച്ചത്. മധ്യനിര പുരോഹിത പദവിയായ ഹൊജ്തെ ഇസ്ലാം എന്നറിയപ്പെടുമ്പോഴും ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗവും സൈനിക നിയമനങ്ങളും വർഷങ്ങളായി നിയന്ത്രിച്ചിരുന്നത് ഈ നിശബ്ദനായ കരുനീക്കക്കാരനായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഭാര്യ സഹ്റ ഹദ്ദാദ് അദേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുജ്തബയെ വ്യക്തിപരമായി തളർത്തിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായി കൂടുതൽ അപകടകാരിയായാണ് മുജ്തബ വളർന്നു വന്നത്. തിരശീലയ്ക്ക് പിന്നിലിരുന്ന് ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന മുജ്തബ ഇനി പരസ്യമായി ലോകത്തോട് സംസാരിക്കാൻ പോവുകയാണ്. കറുപ്പും വെളുപ്പും ചേർന്ന താടിയും കറുത്ത തലപ്പാവും ധരിച്ച ഈ രൂപം മിഡിൽ ഈസ്റ്റിലെ പുതിയ അധികാര സമവാക്യങ്ങൾ മാറ്റിയെഴുതുമെന്ന് ഉറപ്പാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മുജ്തബയുടെ ആണവ നയങ്ങളാണ്. പിതാവ് അലി ഖമേനിയേക്കാൾ ആക്രമണാത്മകമായ നിലപാടാണ് ഇദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ളതെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിലപാട് തന്നെയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടുതൽ ഭയപ്പെടുത്തുന്നതും. ഇറാനെ ഒരു ആണവ ശക്തിയാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും മുജ്തബ തയ്യാറായേക്കും. എന്നാൽ ഇത്രയേറെ കടുത്ത നിലപാടുകൾ എടുക്കുമ്പോഴും തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാൻ ഇദ്ദേഹം മടിച്ചിരുന്നില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. 2004-നും 2008-നും ഇടയിൽ വന്ധ്യതാ ചികിത്സയ്ക്കായി ബ്രിട്ടനിലെ ആഡംബര സ്വകാര്യ ആശുപത്രികളിലേക്ക് മുജ്തബ 4 തവണ രഹസ്യയാത്രകൾ നടത്തിയതായി ചോർന്ന നയതന്ത്ര രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. പാശ്ചാത്യ വിരോധം പ്രസംഗിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിൽ അവർ നൽകുന്ന ചികിത്സാ സൗകര്യങ്ങൾ തേടിയത് മുജ്തബയുടെ ജീവിതത്തിൽ വലിയ വിവാദ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു. മുജ്തബ ഖമേനി വെറുമൊരു ആത്മീയ നേതാവല്ല, മറിച്ച് വലിയൊരു സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ അധിപൻ കൂടിയാണ്. $3 ബില്യൺ വിലമതിക്കുന്ന ആഗോള ആസ്തികൾ അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം $100 മില്യൺ വ്യക്തിഗത സ്വത്ത് ഇദ്ദേഹത്തിനുണ്ട്. ഒരു ഔദ്യോഗിക പദവിയും വഹിക്കാതെ തന്നെ ഇത്രയും സമ്പത്ത് എങ്ങനെ സമാഹരിച്ചു എന്നത് ഇന്നും ദുരൂഹമാണ്. ഈ സ്വാധീനം കണക്കിലെടുത്താണ് 2019-ൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുജ്തബയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. അന്ന് ട്രംപ് പറഞ്ഞത് തന്റെ പിതാവിന്റെ അസ്ഥിരപ്പെടുത്തുന്ന പ്രാദേശിക അഭിലാഷങ്ങളും അടിച്ചമർത്തൽ ലക്ഷ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുജ്തബയാണെന്നാണ്. ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയോടെ സിംഹാസനത്തിലേറുന്ന മുജ്തബ ഖമേനി ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദ പുരുഷനായി മാറുമെന്നതിൽ തർക്കമില്ല. തന്റെ അംഗീകാരമില്ലാതെ മുജ്തബ അധികകാലം നിലനിൽക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ അദ്ദേഹത്തെ തങ്ങളുടെ ടാർഗറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ നിശബ്ദനായ പോരാളി എളുപ്പത്തിൽ കീഴടങ്ങില്ലെന്ന് വ്യക്തമാണ്. സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ തന്നെ വിധിയെഴുതാൻ പോകുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചനകൾ ഭയാനകമാണ്. നിഗൂഢതകളും ആക്രമണ വീര്യവും ഒത്തുചേരുന്ന മുജ്തബ ഖമേനിയുടെ ഭരണം ഇറാനെ എങ്ങോട്ട് നയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.